ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഈ വിഷയത്തെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. മയ്യിൽ പാവന്നൂർ മൊട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിനെ എം വി ഗോവിന്ദൻ വിമർശിച്ചു. യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ അവസ്ഥ തുടർന്നാൽ ഇത് സംഘർഷങ്ങൾക്ക് കാരണമാകും. സംഘർഷമുണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളാണ് റീത്ത് വെക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായിട്ട് റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന നിലയിലുള്ള ഒരു വർക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അതിശക്തിയായിട്ട് അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണം കൂടിയായി ചേർന്നായിരിക്കും. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുക. സംഘർഷം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം പോവുകയാണ്. യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്തരം വീഴ്ചകൾ സ്വാഭാവികമാണ്. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായെന്ന് കരുതി പർവ്വതീകരിക്കേണ്ട. ഇതുവരെ 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കത്രിക വയറ്റിൽ കുടുങ്ങിയാൽ 50 കൊല്ലമായാലും ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന ഡോക്ടറുടെ അഭിപ്രായത്തിനൊപ്പമല്ല സർക്കാരെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം അത് 2 ചൂണ്ടിക്കാണിച്ച് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ കേൾക്കാനൊക്കെ എന്താ വേണ്ടി വെച്ചാൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വാർത്ത സൃഷ്ടിക്കുക. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇത് കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കും. ആരെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കാറില്ല. തന്ത്രിയൊക്കെ വെറും കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.